ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് ആയിരുന്നു സ്വാഗതം. ഞാൻ ജിബിൻ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ലേറ്റസ്റ്റ് ടെക്നോളജി N ടൈപ്പ് ടോപ്കോൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വരുന്ന പാനലുകൾ 4 ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന പാഹൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 580 വാട്ട്സ് കപ്പാസിറ്റി വരുന്ന ടോപ്കോൺ ടെക്നോളജി വരുന്ന N ടൈപ്പ് സോളാർ മോഡ്യൂൾസാണ്. 580 വാട്ട്സിൻ്റെ 4 പാനൽസാണ്. മൊത്തം നമുക്ക് ഏകദേശം 2400 വാട്ട്സ് അടുത്ത് പാനൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇവിടെ ലഭിക്കുന്നുണ്ട്. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ 8 യൂണിറ്റ് അതിന് മേലെ നമുക്ക് പ്രൊഡക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളിൽ പ്രൊഡക്ഷൻ തികച്ചും നമ്മുടെ ഉപയോഗത്തെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് ഇരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ഇത്തരത്തിൽ വളരെ വിശാലമായിട്ടുള്ളൊരു വാക്ക്വേയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഭാവിയിലേക്ക് സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വീണ്ടും നമുക്ക് ഏരിയാസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്പൈക്ക് ലൈറ്റ്നിങ് അറസ്റ്റർ ഉൾപ്പെടെ 580 വാട്ട്സിൻ്റെ 4 പാനൽസാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അഹൽ ബ്രാൻഡിങ്ങിൽ വരുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണിത്. ഇത് നോൺ DCR പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ കപ്പാസിറ്റി ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡാറ്റാ ഷീറ്റ് നോക്കിയാൽ അറിയാം. 580 വാട്ട്സാണ് ഇതിൻ്റെ പീക്ക് കപ്പാസിറ്റി. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാം 51.5 വോൾട്ടും അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് 14.24 ആംപിയറുമാണ്. ഈ കമ്പനിയുടെ തന്നെ 590, 595, 600 വാട്ട്സ് പാനലുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പാനലുകൾ ഇത്തരത്തിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. 4 പാനലുകൾ ബാക്ക് ടു ബാക്ക് സീരീസ് ആയിട്ടാണ് കണക്ഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. 6 സ്ക്വയർ mm മൈക്രോടെക് DC കേബിൾസ് ആണ് ഇവിടെ വയറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് അറസ്റ്റർ 10 SWG കോപ്പർ കണ്ടക്ടർ ഉപയോഗിച്ച് തന്നെ എർത്ത് ചെയ്തിട്ടുണ്ട്. കൂടാതെ മെറ്റാലിക് ഫ്രെയിം ആയിട്ടുള്ള പാനലിൻ്റെ ഫ്രെയിം അതുപോലെ തന്നെ സ്ട്രക്ചർ പൂർണ്ണമായിട്ട് നമ്മൾ 10 SWG കോപ്പർ കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എർത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോളാർ ടെക്നോളജികൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ടോപ്കോൺ N ടൈപ്പ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇവിടെ ടോപ്കോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടണൽ ഓക്സൈഡ് പാസിവേറ്റഡ് കോണ്ടാക്റ്റ് എന്നുള്ളതാണ്. ഇത് നമുക്ക് മോണോപ്പർക്ക് ടെക്നോളജി ആയിട്ട് വളരെയധികം വ്യത്യാസമുള്ളൊരു ടെക്നോളജിയാണ്. ഇവിടെ നമ്മുടെ ഒരു ഫിസിക്കൽ കണ്ടക്ടറിന് പകരം ഇവിടെ ഒരു ഓക്സൈഡ് ലെയറാണ് കണ്ടക്ടിവിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ സോളാർ സെല്ലുകളിൽ നിന്നുള്ള കറണ്ട് കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കളക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബെറ്റർ പ്രൊഡക്ഷൻ, സോളാർ ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ ഒരു കാരണവശാലും തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ ഇവിടെ വരുന്നില്ല. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് അറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. N ടൈപ്പ് സോളാർ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ടോപ്കോൺ ടെക്നോളജിയാണ്. ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മുടെ സാധാ മോണോപ്പർക്ക് ഹാഫ് കട്ട് ടെക്നോളജിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ടെമ്പറേച്ചർ ഹാൻഡ്ലിങ് വളരെ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ലോ ലൈറ്റിൽ നല്ല പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിൻ്റെ ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ഡീഗ്രഡേഷൻ. LID എന്ന് പറയുന്ന സോളാർ പാനലുകൾക്കുണ്ടാകുന്ന പൊതുവെയുള്ള പ്രശ്നം ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ഡീഗ്രഡേഷൻ എന്നുള്ളത് അത് വളരെ കുറവായിരിക്കും. അതിന് കാരണം വേറൊന്നുമല്ല, ഇവിടെ N ടൈപ്പ് സെല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. N ടൈപ്പ് സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഫോസ്ഫറസ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഡോപ്പ് ചെയ്തിട്ടാണ്. ഫോസ്ഫറസിന് ബോറോണിനെ അപേക്ഷിച്ച് ലൈറ്റ് ഇൻഡ്യൂസ്ഡ് ഡീഗ്രഡേഷൻ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ 30 വർഷത്തിന് ശേഷവും 89% എഫിഷ്യൻസി ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ തിയറികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷണൽ സോളാർ പാനലുകളെക്കാൾ കൂടുതൽ ലൈഫും ലോ ലൈറ്റ് പെർഫോമൻസും ഇത്തരത്തിലുള്ള ടോപ്കോൺ N ടൈപ്പ് സെല്ലുകൾക്ക് കിട്ടുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലൊരു L ഷേപ്പിലാണ് വാക്ക്വേ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് പാനലിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ക്ലീൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ഭാവിയിലേക്ക് പാനലുകൾ ആഡ് ചെയ്യുന്ന സമയത്തും വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ പാനലുകൾ ആഡ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ഒരു 5000 വാട്ട്സ് താഴെ കണക്റ്റഡിലുള്ള വീടുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള 5 kW അല്ലെങ്കിൽ 5 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ കറണ്ട് ബില്ല് ഒരു 1000 രൂപ താഴെ നമുക്ക് എപ്പോഴും നിർത്താനായിട്ട് സാധിക്കും. നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഏകദേശം 2400 വാട്ട്സ് അടുത്ത് പാനലുകൾ മാത്രമേ ഉള്ളൂ. ഭാവിയിലേക്ക് വീണ്ടും ഒരു ലെയറോട് നമുക്ക് ഇത്തരത്തിൽ വീണ്ടും ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഹൈബ്രിഡ് ഇൻവേർട്ടറിൽ 5000 വാട്ട്സ് വരെ സോളാർ പാനൽ കപ്പാസിറ്റി ഉള്ള ഒന്നാണ്. ഇൻഡോർ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 25 ആംസിൻ്റെ ഒരു DC-DB പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ DC-DBയിൽ നേരെ നമ്മുടെ ഇൻവെർട്ടറിലേക്കാണ് പോരുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന UTL സിഗ്മ പ്ലസ് എന്ന് പറയുന്ന മോഡലാണ്. 5 kVA 48 വോൾട്ടാണ് സിസ്റ്റത്തിൻ്റെ റേറ്റിംഗ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു 4 ലൈൻ ഡിസ്പ്ലേ ആണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 4 ലൈൻ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മെയിനായിട്ട് 4 ഡേറ്റാസാണ് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി വരുന്നത് 5 kV ആണ്. അതായത് ഇതിൽ കമ്പനി അവകാശപ്പെടുന്നത് 5 kW വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാം. കൂടാതെ തന്നെ 5 kW നമുക്ക് ലോഡും കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. പ്രാക്ടിക്കലി നമുക്ക് 48 വോൾട്ടിൽ 5 kW ലോഡ് കണക്ട് ചെയ്യുന്നത് അത്ര സേഫ് അല്ല. എങ്കിലും ഒരു 4000 വാട്ട്സ് വരെയൊക്കെ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന 200 AH-ൻ്റെ 4 സീറ്റൻ സോളാർ ബാറ്ററികളാണ്. 5 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കമ്പനി ഈ ബാറ്ററികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 48 വോൾട്ടിലാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 200 AH-ൻ്റെ 4 ബാറ്ററി ബാക്കപ്പ്, അതായത് 800 AH ബാക്കപ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് നമ്മളൊരു AC DB വഴിയാണ് പുറത്തേക്ക് എടുക്കുന്നത്. ഇവിടെ നമ്മളൊരു പ്ലഗ് ഇൻ പ്ലഗ് ഔട്ട് സംവിധാനത്തിലൂടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് പൂർണ്ണമായിട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും ഓഫ് ആക്കിയിടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സോക്കറ്റിനുള്ളിലാണ് ഔട്ട്പുട്ടും ഇൻപുട്ടും വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സേഫായിട്ട് അൺപ്ലഗ് ചെയ്യാനും തിരിച്ച് റീകണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഡിസ്റ്റൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു വൈഫൈ ഡിവൈസ് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ വൈഫൈ ഡിവൈസിൻ്റെ കണക്ഷനും മറ്റ് ഡീറ്റെയിൽസും മുൻപ് നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തൊരു ദയവായിട്ട് എടുത്തുനിന്ന് കാണാൻ ശ്രമിക്കുക. ഈ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് KSE-ബിൽ എത്ര യൂണിറ്റ് അല്ലെങ്കിൽ എത്ര വാട്ട്സ് പവർ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ലൈവ്ലി സോളാറിൽ നിന്ന് ഇതുവരെ വെച്ചതിന് ശേഷം എത്ര യൂണിറ്റ് കിട്ടി, ഇപ്പോൾ എത്ര കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഈ കമ്പനിയുടെ തന്നെ മൊബൈൽ ആപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് വീട്ടിലെ വൈഫൈ മോഡുമായിട്ട് കോൺഫിഗർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 100 amps ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇതൊരു ക്ലാമ്പ് CT ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്കൽ കണക്ഷൻ ഒന്നും ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഇൻപുട്ട് സൈഡിലെ റീഡിങ്ങുകൾ അറിയാനായിട്ട് ഈ ഡിവൈസും ഔട്ട്പുട്ട് സൈഡിലേക്ക് ഈ ഡിവൈസുമാണ് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റ ഷീറ്റ് കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് സോളാർ ഇൻപുട്ട് 230 വോൾട്ട് DC വരെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ 4 പാനലുകൾ സീരീസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്നു. ഏകദേശം 200 വോൾട്ട് താഴെ മാത്രമേ ഉള്ളൂ DC വോൾട്ട് വരാൻ സാധ്യതയുള്ളൂ. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു കൂളിംഗ് ഫാൻ കൊടുത്തിരിക്കുന്നതാണ്. നല്ല ത്രോ ഉള്ളൊരു ഫാനാണ്. അതുപോലെ തന്നെ ഒരു റോട്ടറി ബൈപ്പാസ് സ്വിച്ച് ഉണ്ട്. ഇൻവെർട്ടർ മോഡ്, അതുപോലെ തന്നെ ബൈപ്പാസ് മോഡുകൾ ഓഫ് പൊസിഷനിലൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഇൻവെർട്ടറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഇതിൻ്റെ ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സൈഡിലും സെപ്പറേറ്റ് MCBകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബാറ്ററി പൂർണ്ണമായിട്ട് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് ഒരു DC MCB കൊടുത്തിട്ടുണ്ട്. ഇത് ഓഫാക്കിയിട്ട ശേഷം നമുക്ക് ഈസി ആയിട്ട് ബാറ്ററി ടെർമിനൽസ് കണക്ട് ചെയ്യാം വളരെ സേഫായിട്ട് തന്നെ. കൂടാതെ സോളാർ പാനലിൽ നിന്ന് ഒരു 40 amps-ൻ്റെ DC MCB കൊടുത്തിട്ടുണ്ട്. 2 സ്ട്രിങ് പാനലുകൾ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള എർത്തിങ് ലെഗ് ഒക്കെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാണാം. ഇത് 48 വോൾട്ട് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 HP മോട്ടറുകൾ, 1.5 ടൺ ഇൻവെർട്ടർ AC ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. 5 സ്റ്റാർ റേറ്റിംഗിൽ വരുന്ന 2 ടൺ ACകൾ വരെ ഇതിൽ നമുക്ക് ലൈവിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ സിസ്റ്റത്തിൽ നമുക്ക് 5000 വാട്ട്സ് വരെ സോളാർ പാനൽ കപ്പാസിറ്റി ഉണ്ട്. നിലവിൽ നമ്മളിപ്പോൾ ഇവിടെ 4 പാനൽ, അതായത് 580-ൻ്റെ 4 പാനലുകളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2400 വാട്ട്സ് താഴെയാണ് നമ്മുടെ കണക്റ്റഡ് സോളാർ പാനൽ കപ്പാസിറ്റി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ആ റേറ്റിങ്ങിന് താഴെയുള്ള ലോഡുകൾ ലൈവിൽ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും സേഫ്, ബാറ്ററി അധികം ഡിസ്റ്റർബ് ചെയ്യാതെ. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ 3000-3500 വാട്ട്സ് വരെയൊക്കെ നല്ല പ്രൊഡക്ഷനുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. എങ്കിലും ഒരു അരമണിക്കൂറിന് മുകളിലൊന്നും ഹെവി ലോഡുകൾ ഇതിൽ റൺ ചെയ്യിപ്പിക്കാതിരിക്കുന്നതാണ് ബാറ്ററിയുടെ ലൈഫിന് എപ്പോഴും നല്ലത്. ഈ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് വീണ്ടും 4 പാനലൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പകൽ സമയത്ത് ഹെവി ലോഡുകൾ വളരെ സൂമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 4 റീഡിങ്ങുകളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോളാർ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ്, എത്ര വാട്ട്സ്, എത്ര ആംബിയറിലാണ് ചാർജ് ചെയ്യുന്നത്, നിലവിൽ ഇതുവരെ എത്ര യൂണിറ്റ്, എത്ര കിലോവാട്ട് അവർ ഇതിൽ നിന്നും കിട്ടിയെന്നുള്ളതാണ്. ഇങ്ങനെ 4 റീഡിങ്ങുകളാണ് ഓരോ ഡിസ്പ്ലേ ഇൻ്റർഫേസിൽ നമുക്ക് കിട്ടുന്നത്. വീണ്ടും ഡൗൺ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ്, ഇപ്പം നിലവിൽ ബാറ്ററി എത്ര വോൾട്ടിൽ ചാർജ് ആയിട്ടുണ്ട്, എത്ര ആംബിയറിലാണ് ചാർജിങ്, ഈ പ്ലസ് കാണിക്കുന്നത് ചാർജിങ് ആണോ എന്നുള്ളതാണ്. നെഗറ്റീവാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വാല്യൂസ് കാണുന്നുണ്ടെങ്കിൽ ഡിസ്ചാർജിങ് ആണ് എന്നുള്ളതാണ്. അതുപോലെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഇതുവരെ എത്ര യൂണിറ്റ് വൈദ്യുതി എടുത്തു എന്നുള്ളതൊക്കെയാണ് കാണുന്നത്. എക്സ്പോർട്ട് പാരാമീറ്റേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ എക്സ്പോർട്ട് ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. അതുപോലെ ഔട്ട്പുട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നിലവിൽ ലോഡൊന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഓൾമോസ്റ്റ് 0 ആണ് കാണിക്കുന്നത്. ഇവിടെ സിസ്റ്റം ഓണ്, ഇൻവെർട്ടർ ഓണ്, SPV ചാർജിങ് എന്ന് പറയുന്ന ഇൻഡിക്കേഷനുകൾ, LED ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി, ടെമ്പറേച്ചർ, മെയിൻ സപ്ലൈയുടെ കണ്ടീഷൻ, ഇതൊക്കെ നമുക്ക് LED ഇൻഡിക്കേഷനിലൂടെ അറിയാവുന്നതാണ്. ഇവിടെ 3 മോഡുകളാണ് നമുക്കുള്ളത്. PCU, സ്മാർട്ട്, ഹൈബ്രിഡ്. ഇതിൽ നിലവിൽ നമ്മൾ PCU മോഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ LED തെളിഞ്ഞ് കിടക്കുന്നത് കാണാം. അത്യാവശ്യം വലിപ്പമുള്ള വലിയ ക്യാബിൻ സൈസാണ് ഈ സിസ്റ്റത്തിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കൂളിങ്ങും വെൻറ്റിലേഷനും ഒക്കെ കിട്ടുന്നതായിരിക്കും. ബാക്ക് സൈഡിൽ വലിയൊരു കൂളിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട്. ഡെയിലി 8 യൂണിറ്റ് വരെയൊക്കെ ഉപയോഗമുള്ളവർക്ക് ഈ സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും ആശ്രയിക്കാവുന്നതാണ്, ഇത്തരത്തിൽ 4 പാനലുകൾ വെച്ചിട്ട്. ഇനി 8 മുതൽ ഒരു 15 യൂണിറ്റ് വരെയൊക്കെ ഉപയോഗമുള്ളവർക്ക് ഇതിൽ 6 പാനലുകളോ 8 പാനലുകളോ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 3000-4000 വാട്ട്സ് പാനൽ കൊടുത്ത ശേഷം ഒരു പരിധി വരെ പൂർണ്ണമായിട്ട് ഇതിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതിൽ വരുന്ന ഒരേ ഒരു ഡ്രോബാക്ക് 4 ബാറ്ററികളുടെ ബാക്കപ്പ് മാത്രമേ രാത്രി സമയങ്ങളിൽ കിട്ടത്തുള്ളൂ. കടുത്ത വേനൽ വരുന്ന സമയങ്ങളിലൊക്കെ 2 AC-കളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂർ കൂടുതൽ ബാക്കപ്പ് അതിൽ കിട്ടാൻ വഴിയില്ല. എങ്കിലും 1 ടൺ ഇൻവെർട്ടർ AC ഒക്കെ ഓവർ നൈറ്റൊക്കെ നമുക്ക് ഈ 200 AH-ൻ്റെ 4 ബാറ്ററി ബാക്കപ്പിൽ ഈസിയായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്.
പിന്നെ പൊതുവേ നമ്മൾ സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം BLDC ഫാനുകൾ അതുപോലെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗിൽ വരുന്ന ഇൻവെർട്ടർ ടെക്നോളജിയിലുള്ള ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, AC-കളൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പ്രത്യേകം പരിഗണിക്കുക. സോളാറുമായിട്ട് ബന്ധപ്പെട്ട് എനർജി സൊല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വീഡിയോസ്, ഡേറ്റാസ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു സോളാർ റിലേറ്റഡ് വീഡിയോയുമായിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.